നമസ്കാരം. ജോബണ്ടറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇൻഫോ പാർക്കിൽ വന്നിട്ടുള്ള പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷനാണ്. ഓഫീസ് അസിസ്റ്റൻ്റ് എന്നുള്ളൊരു വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ജോബിലേക്ക് അപ്ലൈ ചെയ്യുന്ന അവസാന തീയതി എന്ന് പറയുന്നത് ഫെബ്രുവരി 3 വരെ നിങ്ങൾക്കിതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ വിശദ വിവരങ്ങളൊക്കെ നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ദിവസമുള്ള ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതുവഴി ലഭിക്കുന്നതാണ്. നമുക്ക് വീഡിയോ ഇടുന്ന സമയത്ത് പല സമയത്തും കമൻറ്റ് വരാറുണ്ട്, ഏജ് റിസ്ട്രിക്ഷൻ ഉണ്ടോ, കാര്യങ്ങളുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. മിക്ക പോസ്റ്റുകളിലും ഏജ് റിസ്ട്രിക്ഷൻ പറയാറില്ല, ഏജ് ഇത്ര ഏജ് വരെ എന്ന് പറയാറില്ല. അതുകൊണ്ടാണ് നമ്മളത് പറയാത്തത്. പിന്നെ ചോദിക്കാറുണ്ട് സ്ത്രീകൾക്ക് പറ്റുമോ പുരുഷന്മാർക്ക് പറ്റുമെന്ന്. നമ്മൾ സ്പെസിഫൈഡ് ആയിട്ടുള്ള പോസ്റ്റുകളാണെങ്കിൽ നമ്മളത് പറയും, പുരുഷന്മാർക്ക് മാത്രമാണെങ്കിൽ പുരുഷന്മാർക്ക് എന്ന് പറയും, അതല്ലെങ്കിൽ സ്ത്രീകൾക്കുള്ളതാണെങ്കിൽ സ്ത്രീകൾക്ക് എന്നുള്ളത് തന്നെ പറയും. അപ്പോൾ ചില സമയത്ത് കമൻറ്റ് റിപ്ലൈ പറ്റാത്തതുകൊണ്ടാണ് നമ്മളത് നോക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ വിശദ വിവരങ്ങൾ നോക്കാം. ഓഫീസ് അസിസ്റ്റൻ്റ് എന്നുള്ള പോസ്റ്റാണ്. ഇതിൻ്റെ ജോബ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഫുൾ ടൈമാണ്. എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. 2 അല്ലെങ്കിൽ 3 ഇയർ എക്സ്പീരിയൻസ്, ഓഫീസ് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ ചോദിച്ചതിന് ഉത്തരമായി മെയിൽ കാൻഡിഡേറ്റ്സ് പ്രിഫേർഡ് എന്നാണ്, അതായത് പുരുഷന്മാർക്കാണ് ഇതിലേക്ക് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ സീക്കാനായ പ്രൊആക്റ്റീവ് ഡീറ്റെയിൽ ഓറിയൻറ്റഡ് ഓഫീസ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് നല്ല ആക്റ്റീവായിട്ടൊരു ഓഫീസ് അസിസ്റ്റൻ്റാണ് ഇവർ തരുന്നത്. 2-3 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഐഡിയൽ കാൻഡിഡേറ്റ് വിൽ പ്രൊവൈഡ് കോംപ്രഹെൻസീവ് അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ട്. നല്ല ഐഡിയൽ ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആണെങ്കിൽ അവർക്ക് നല്ല സപ്പോർട്ടും കാര്യങ്ങളും കമ്പനിയുടെയും അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തു നിന്ന് ഉണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കീ റെസ്പോൺസിബിലിറ്റി നോക്കുകയാണെങ്കിൽ മാനേജ് ഡെയിലി ആക്ടിവിറ്റീസ്. ഓഫീസ് അസിസ്റ്റൻ്റ് അറിയാലോ, ആക്ടിവിറ്റീസും കാര്യങ്ങളും ജോബ് ഉണ്ടായിരിക്കുക. മാനേജ് ഡെയിലി പെർഫോം അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക് സച്ച് പർച്ചേസസ്, മെയിൻ്റെനൻസ് ആൻഡ് റിപ്പയർ. പലതരത്തിലുള്ള മെയിൻ്റെനൻസ്, റിപ്പയർസ്, പിന്നെ പർച്ചേസ്, ഇങ്ങനെ കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യും, അഡ്മിനിസ്ട്രേറ്റീവ് ഭാഗത്ത് നിന്ന് നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും എന്നറിയിച്ചിട്ടുണ്ട്. 2 ഇയർ അല്ലെങ്കിൽ 3 ഇയർ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ പ്രൊഫഷണലി ഇൻ MS ഓഫീസ്, MS എക്സൽ, പവർ പോയിൻ്റൊക്കെ അറിയുന്ന ആളുകളായിരിക്കണം എന്ന് പറയുന്നത്. പിന്നെ നല്ലൊരു ഓർഗനൈസേഷൻ സ്കില്ലും എബിലിറ്റി ടു മൾട്ടി ടാസ്ക്, പിന്നെ ഫെയർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻ്റർപേഴ്സണൽ സ്കില്ല് പറയുന്നു. അതുപോലെ ഡ്രൈവിംഗ് സ്കില്ല് 2 വീലറും 4 വീലറും ഓടിക്കാൻ അറിയണം എന്ന് പറയുന്നു. പിന്നെ അറ്റൻഷൻ ടു ഡീറ്റെയിൽ, പ്രോബ്ലം സോൾവിങ് ആൻഡ് സ്കില്ല് എബിലിറ്റീസ് എന്നാണ് പറയുന്നത്. ഇനി താല്പര്യമുള്ള ആളുകളാണെങ്കിൽ അവർക്ക് പിന്നെ അപ്ലൈ ചെയ്യുന്ന ഇമെയിൽ അഡ്രസ്സാണ് ഈ കാണിക്കുന്നത്, HR@innovatorlab.com എന്നുള്ളതാണ്. അപ്പോൾ ഈ ഡീറ്റെയിൽസ് ഈ കാണുന്ന ഡീറ്റെയിൽസ് ഞാൻ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ള ആളുകൾ അതിൽ നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക. ഇമെയിൽ അഡ്രസ്സ് ഇന്ന് കോപ്പി ചെയ്താൽ മതി. ഇനി കിട്ടാത്ത ആളുകളുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ ചോദിക്കാം, അയച്ചു തരുന്നതാണ്. ഓക്കെ.